നമസ്കാരം. ഞാൻ മൊയ്തീൻ ഷാ, ഇന്ത്യൻ യൂണിയൻ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റാണ്. ബഹുമാന്യരെ, നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെയും എൻ്റെ പാർട്ടിയുടെയും അഭിനന്ദനങ്ങളും ആശംസകളും. ആദ്യമായിട്ട് CPM-ൻ്റെ പൊളിറ്റ് ബ്യൂറോ ജനറൽ സെക്രട്ടറിയെ തിരഞ്ഞെടുത്ത സഖാവ് MA ബേബിക്ക് എൻ്റെയും എൻ്റെ പാർട്ടിയും അഭിനന്ദനങ്ങളും ആശംസകളും അനുമോദനം. അതിനെക്കുറിച്ച് ഞങ്ങളുടെ ഗ്രൂപ്പിലെ ഒരു മനഃശാസ്ത്രം സൂചിപ്പിച്ച് ഇതാണ്. നിങ്ങൾക്ക് വേണ്ടി വിശ്വസിക്കാം, അല്ലെങ്കിൽ വിശ്വസിക്കാതിരിക്കാം. ഞാൻ വിശ്വസിക്കുന്നില്ല, എൻ്റെ ഗ്രൂപ്പിലെ മതമാണ്. കഴിഞ്ഞ മിനിയാന്ന് വരെയും ബേബിക്ക് ചാൻസ് കുറവായിരുന്നു. പിണറായി സഖാവ് കേരളത്തിൽ ഒരാൾ വരാൻ സമ്മതിക്കില്ല. പണ്ട് EMS ജ്യോതിബാസുവിനെ പ്രധാനമന്ത്രി ആക്കുന്ന കാര്യത്തിൽ സ്നേഹപൂർവ്വം എതിർത്തുപോലെ ഒരു നിമിഷമെങ്കിലും ജ്യോതിബാസു ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആണെങ്കിൽ CPM-നെ സംബന്ധിച്ചാൽ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി സംബന്ധിച്ചാൽ, ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ച് എത്ര മഹത്വം ബൃഹത്വമായിരുന്നത്, എത്ര വിലയുണ്ടായതിന്. ഒന്ന് EMS ആണ് ചടുവലിച്ചത്, അതിൽ പിണറായി ചടുവലിച്ചു. പക്ഷെ അവസാന നിമിഷം ഒരു കോണിൽ നിന്ന് ഒരു ഹസ്തം നീണ്ടു. എന്താണെന്നറിയോ? 24 മണിക്കൂറിനകം പറഞ്ഞത് ഹസ്തം നീണ്ടത്. MA ബേബിക്ക് സെക്രട്ടറി ആകണമെങ്കിൽ പിണറായി വിജയൻ മൗനമായിട്ട് നിൽക്കണം. പിണറായി വിജയൻ എതിർത്താൽ സ്വാഭാവികം നടക്കില്ല. അപ്പോൾ അദ്ദേഹത്തെ ഇരുത്തണമെങ്കിൽ, കേസൊക്കെ പണ്ടുണ്ടായതാണ്, ആ 24 മണിക്കൂറിനകം ആ പിണറായി വിജയൻ്റെ മകളുടെ പേരിൽ കേസ് നടപടിയിൽ എടുക്കാൻ വന്നില്ലേ, നോട്ടീസ് കൊടുത്തില്ലേ? അതുകൂടി പിണറായി സഖാവ് ഇരുന്നു പോയി എന്ന് പറയുന്നത്. ആന്ധ്രാപ്രദേശ്, പശ്ചിമ ബംഗാളിലെ ആൾക്കാർക്ക് പറഞ്ഞറിയോ? കേസിന് വഴിക്ക് പോട്ടെ, ആ കേസിന് വഴിക്ക് പോട്ടെ. അത് മുമ്പിൽ പറഞ്ഞത്, പ്രത്യേകിച്ച് കേരളത്തിലെ സഖാക്കൾ പറഞ്ഞത് എന്നറിയോ? പിണറായി വിജയൻ്റെ മകൾക്ക് കേസ് വന്നപ്പോഴേ കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടിക്ക് 100% പിണറായി കൂടെ നിന്ന്. അതേപോലും അതേക്കാൾ വലിയ നേതാവായിരുന്നു കോടിയേരി ബാലകൃഷ്ണൻ. പിണറായിക്കാൾ വലിയ നേതാവായിരുന്നു ആരംഭത്തിൽ, അതിനുശേഷമാണ് വന്നത്. കാരണം ഇവിടെ മുസ്ലിം ലീഗിൽ ഇബ്രാഹിമിനേക്കാൾ വലിയ നേതാക്കളുണ്ടായതുപോലെ, അസാദ് ഇബ്രാഹിം കുഞ്ഞായതുപോലെയാണ്. ആ പിണറായി സഖാവിൻ്റെ അല്ല, കോടിയേരി ബാലകൃഷ്ണൻ മകൻ്റെ പേരിൽ കേസ് വന്നപ്പോൾ എന്താ പറഞ്ഞത്? എന്താണ് തീരുമാനമെടുത്തത്? സഖാവ് കേസ് മകനാണെങ്കിൽ കേസിന് വഴിക്ക് പോട്ടെ എന്ന് പറഞ്ഞു. പിന്നെ പുള്ളി സെക്രട്ടറി സ്ഥാനത്ത് രാജിവെച്ചതിൻ്റെ ഓർമ്മ ഇട്ടാം. അങ്ങനെയാണ് മറ്റേ വാസകളെയാക്കിയതൊക്കെ. അപ്പോൾ എന്ത് പോട്ടെ, ആ ഇടപെട്ട് കൈകൾ ആരെന്നുള്ള ചിന്തിക്കുമ്പോഴാണോ ഇന്ത്യയിലെ രാഷ്ട്രീയത്തിൽ സംഘ് പരിവാറിന്റെ കളിയുടെ ആഴത്തുള്ള വീഴ്ച അല്ലെങ്കിൽ മുന്നേറ്റം അറിയുന്നത്. സഖാവ് ബേബി ന്യൂനപക്ഷക്കാരാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയും ഞങ്ങൾ ജാതിയില്ല മതമില്ല എന്ന് പറയും. പക്ഷേ എങ്കിലും കേവലം 2% ബ്രാഹ്മിൻസ് മാത്രമാണ് പൊളിറ്റ് ബ്യൂറോയിൽ 90%, അല്ലെങ്കിൽ 10-12% മുന്നോക്ക വിഭാഗമാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ജാതിയിലെ മതമില്ലെങ്കിൽ അവർക്ക് പിന്നെ ഇങ്ങനെ ആയിക്കൂടെ, ഈ പിന്നോക്കരായിക്കൂടെ? 88% പിന്നോക്കത്തിൽ ന്യൂനപക്ഷങ്ങൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ, ഇന്ത്യയിൽ പൊളിറ്റ് ബ്യൂറോ മെമ്പർ ഇപ്പോൾ എടുത്താൽ നോക്കിയറിയാം, വളരെ കുറച്ച് പേരൊക്കെ വന്നിട്ടുണ്ട്. പണ്ടങ്ങനെ ഇല്ലായിരുന്നു. അതേ സ്ഥാനത്ത് ഞങ്ങൾ അന്ന് തമാശ പറയുമല്ലോ, ഈ കണ്ണില്ലാത്ത അമ്മ അപ്പം ചുട്ടപ്പോൾ അമ്മ ചെറുതായി പോയി. അപ്പോൾ അമ്മ പറഞ്ഞ കാരണം ഞങ്ങൾ കണ്ണില്ല, അതുകൊണ്ടാണ്. എന്നവർ കണ്ണിലെ കുറിച്ച് വലുതായിക്കൂടെ? അപ്പോൾ ഞങ്ങൾക്ക് ജാതി മതവും ഇല്ലാതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എങ്ങനെ ഈ മുന്നോക്കക്കാർ മാത്രം വരുന്നത്? അതാണ് അവരെ നിയന്ത്രിക്കുന്നത്. ഇന്ത്യയിലെ ഒരുപിടി സമ്പന്ന സവർണ വരേണ്യ വൈദേശിക വർഗമാണ് CPM നയിക്കുന്നത് വർഷങ്ങളായിട്ട്, കാലങ്ങളായി. അല്ല, ഒരു മാറ്റമില്ല. അതുകൊണ്ടാണ് പടവലങ്ങ വെള്ളുന്നവരെ ആ പ്രസ്ഥാനം ഈ 100 വർഷമായിട്ട് യാതൊരു ചലനവും ഇല്ലാതെ. അപ്പോൾ എന്താ വെച്ചാൽ, പോളിറ്റ് ബ്യൂറോ മെമ്പർ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് അത് ചെറിയ പ്രസ്ഥാനമാണെങ്കിലും നല്ല ശക്തിയാണ്. സംഘ് പരിവാറിൻ്റെ ഒരു കൈ പ്രയോഗിച്ച് ആ കേസ് ഉടനെ നടപടിയെടുത്ത് അതിന് ബേബിക്ക് അനുകൂലമായ സാഹചര്യം ഒരുക്കി കൊടുത്തതിൻ്റെ പേരിൽ ഇനി ഒരു സാഹചര്യം വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു കാര്യം വരുമ്പോൾ ആ ഒരു സ്നേഹം MA ബേബിക്ക് സംഘപരിവാറിനോട് രഹസ്യമായിട്ട് ഉണ്ടാകും എന്നുള്ള ഒരു കണക്കുകൂടൽ ഉണ്ടായിട്ടുണ്ടെന്നാണ് ഞങ്ങളുടെ ഗ്രൂപ്പിൽപ്പെട്ട ഒരു മനഃശാസ്ത്രം പറയുന്നത്. അതെന്തുമാത്രം ശരിയാണെന്ന് എനിക്കറിയില്ല. ഞാനൊന്ന് മനഃശാസ്ത്രം എന്നൊരു സാധാ മനുഷ്യ, എന്തുകൊട്ടെ ബുദ്ധിയുള്ളോ ചിന്തിക്കട്ടെ, അതുകൊണ്ട് പറഞ്ഞാണ്. പിന്നെ വെള്ളാപ്പള്ളി നടേശനെ കുറിച്ച്
വെള്ളാപ്പള്ളി നടേശൻ PC ജോർജൊക്കെ ആരാണ് കണക്കിലെടുക്കുന്നത്? അവർ ഏത് പട്ടി അംഗീകരിക്കുന്നത്? എന്തിനാ നിങ്ങൾ അതിൻ്റെ പുറകെ പോകുന്നത്? എങ്കിലും ഒരു കാര്യം പറയാം, വെള്ളാപ്പള്ളി പറഞ്ഞതില്ല. ഇന്നൊരു BJP നേതാവ് പറഞ്ഞ് എങ്ങോ ജോർദാനിൽ നിന്ന് മറ്റോ വന്ന അതാണ് സംഘന്മാരാണ്, അവർക്ക് ഇവിടുത്തെ രാജാക്കന്മാരെല്ലാം കൊടുത്ത് വളർന്ന് ഇപ്പോൾ അവരാണ് നിയന്ത്രിക്കുന്നതെന്ന്. മലപ്പുറം പാർട്ടി തീരുമാനമൊക്കെ അവരാണ്, സ്ഥാനമാനങ്ങൾ കൊടുക്കുക അവിടെയാണ്. എൻ്റെ പൊന്ന് BJP സഖാവേ, എനിക്ക് നിങ്ങളോട് യാതൊരു ഇഷ്ടക്കുറവില്ല. ആ മണ്ടത്തിനും പറയണം. കേരളത്തിൽ 2, 3, 4, 5 ദിവസം മുൻപേ ഒരു BJP സംസ്ഥാന പ്രസിഡന്റ് തിരഞ്ഞെടുത്തല്ലോ, പ്രസിഡന്റ് പ്രഖ്യാപിച്ചല്ലോ. അവിടെ എന്ത് ജനാധിപത്യ ഇലക്ഷൻ ഉണ്ടായി? ആരായിരുന്നത്? അമിത്ഷായും മോഡിയും കൂടി തീരുമാനിക്കുന്ന ഒരാൾ അതിനെ അംഗീകരിച്ച് തീരൂ, മറു ചോദ്യം ഇല്ല. അതവർ രാഷ്ട്രീയമാണ്, അവർ പാർട്ടിയുടെ ആകർഷണം. അതെന്താ കുഴപ്പം? അമിത്ഷായും മോഡിയും കൂടി ആ ഒരു പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് ഇന്ന ആളാകണമെന്ന് ആഗ്രഹിക്കുന്നു, ചെയ്യുന്നത് എന്താ തെറ്റ്? അതുപോലെ മുസ്ലിം ലീഗിൻ്റെ കാര്യം തീരുമാനിക്കുന്നത് തങ്ങളാണ്. വാസ്തവത്തിൽ തങ്ങളോടല്ല, മുസ്ലിം ലീഗിനോട് ഞങ്ങൾക്ക് ശക്തമായ ഒരു പ്രതിഷേധത്തോടെ ഒറ്റ കാര്യത്തിൽ ആ പേര് മാറ്റാൽ വലിയ ഒരു കാര്യത്തിലില്ല. ആ മുസ്ലിം എന്ന പേര് മാറ്റി വേറൊരു ദേശീയ കാഴ്ചപ്പാടുണ്ടാക്കിയാൽ പാർട്ടി വളർന്നതിന് ഇന്ത്യക്ക് നല്ലതാണ്, മുസ്ലിങ്ങൾക്ക് നല്ലതാണ്, എല്ലാം നല്ല. അതില്ലാത്തതിൽ ഞങ്ങൾക്ക് ശക്തമായ വർഷമുണ്ട്. അന്നോട്ട് വേറെ ഒരു പേടിയോ അല്ലെങ്കിൽ ഒരു ഭയോ ഇഷ്ടക്കുറോ അവർക്കില്ല. അല്ലെങ്കിൽ ലക്ഷ്മി ലീഗ് എന്ന് പറഞ്ഞൊന്നും ഞങ്ങൾ കളിയാക്കൂല, അതൊക്കെ ബുദ്ധിമോശം കാണിച്ചാണ്. അവരൊന്നും ഇപ്പം ഇല്ലല്ലോ. അപ്പം അങ്ങനെ വരുമ്പോൾ എന്താണ് BJP? അവർ പാർട്ടി തീരുമാനം അവരെടുക്കുക, എന്താ കുഴപ്പം? എങ്കിലും ഒരു ജനാധിപത്യ ചർച്ച ചെയ്തിട്ടാണ്, ചർച്ച ചെയ്ത് കമ്മിറ്റിയോട് ചർച്ച ചെയ്ത് തീരുമാനിച്ച ശേഷം അവസാനം തങ്ങൾ പറയട്ടെ എന്ന് പറയും. അതൊരു ഇതാണ്, അതൊരു ഏകശീല പോലെയുള്ള നല്ലതുമാണ്. കോൺഗ്രസ് ഇല്ലാത്തും ലീഗിലുള്ളതും BJPക്കുള്ളതും ഒക്കെ അതാണ്. കോൺഗ്രസ് തന്നെ വേണം. പണ്ട് കർണാടക കാലത്ത് കുറച്ചുപേരെ ഉണ്ടായത്, അത് ഇപ്പോൾ പോയി. ഇവിടെ ഇന്ദിരാഗാന്ധി കാലത്ത് കുറച്ചുണ്ടായി. രാജീവ് ഗാന്ധി പോലും ഇങ്ങോട്ട് അതൊക്കെ പോയി. അവർക്ക് സ്വയമേ കഴിവുണ്ടായില്ല. ഇന്നലെ ഒരു കാര്യം പറഞ്ഞാൽ പറഞ്ഞു തന്നെയാണ്. അതുപോലെ വേണം. അതിൽ മോഡി ഒരു കാര്യം അത് വേണം, അങ്ങനെ വേണമെന്ന് പാർട്ടിക്ക്. വെറും ജനാധിപത്യമായിട്ട് കാര്യമൊന്നുമില്ല. വെറും ജനാധിപത്യമായിട്ട് കുഴപ്പം ഞാൻ പറഞ്ഞു അനുഭവം കൊണ്ട് പറയാം. ബി പ്രാക്ടിക്കൽ. അതായത് ഞാൻ രാഷ്ട്രീയ ജനതാദളിൻ്റെ കേരളത്തിലെ ആദ്യത്തെ സംസ്ഥാന പ്രസിഡന്റായിരുന്നു. അതൊക്കെ പറഞ്ഞു പോട്ടെ. അത് ആ പാർട്ടി വളരെ ശക്തമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഒരു 5 വർഷം കഴിഞ്ഞപ്പോൾ ലാലുജിക്ക് തോന്നുന്നത് നമുക്ക് ജനാധിപത്യത്തിൽ വോട്ടെടുപ്പ് മെമ്പർഷിപ്പ് ഇത് നടത്തി, അങ്ങനെ മെമ്പർഷിപ്പ് നടത്തി ജനാധിപത്യ വോട്ടെടുത്ത് പലവരും പാർട്ടിക്ക് വേണ്ടി പരിശ്രമം ചെയ്യാൻ പലരും പുറത്തായി. കാരണം വോട്ടെടുപ്പ് അവർ കരുതി കൂട്ടി 10, 100, 150 ആളെ ബസ്സിൽ കൊണ്ടുവന്ന് ഇലക്ഷൻ നടത്തി തോന്നി. അപ്പോൾ ആത്മഹത്യയോട് കുറച്ച് പഴയ ആൾക്കാർ, തമിഴ്നാട്ടിലൊരു ചോളൻ ഉണ്ടായിരുന്നു, അവരെല്ലാം പോയി. പുതിയ ആൾക്കാർ പ്രസ്ഥാനം ഇല്ലാതെ പോയില്ലേ പോഴല്ലേ? അതാണ്. അങ്ങനെ വന്നാൽ വെറും ജനാധിപത്യം പറ്റില്ല. അതേസമയത്ത് അല്പസ്വല്പമൊക്കെ ഏകാധിപത്യം വേണം, ജനാധിപത്യം വേണം. അതിന് പുറമെ അതിനകത്ത് ചെറിയൊരു ഏകാധിപത്യം വേണം. അപ്പോൾ അതിന് BJP അങ്ങനെ ആവശ്യമില്ലാതെ വെള്ളാപ്പള്ളിക്ക് വേണ്ടി പറഞ്ഞതിന് ന്യായിക ചെയ്യുന്നത് അത് തെറ്റല്ലേ? അങ്ങനെ പറയുമോ? താങ്കൾ അവരുടെ പാർട്ടി തീരുമാനം അവർക്ക് പിന്നെ ആരെടുക്കണമെങ്കിൽ എടുക്കണം. അങ്ങനെ നമുക്ക് കൊച്ചാക്കണ്ട, അത് വേറെ. ഞങ്ങൾ കൊച്ചാക്കുന്നു എന്ന് പറഞ്ഞാൽ ഒറ്റ കാര്യത്താണ്. ഇന്ത്യ പോലൊരു ബഹുസ്വര രാജ്യത്ത് 6008 ജാതികളും 100 മതങ്ങളൊക്കെ ഉള്ള പാർട്ടിയിൽ ഒരു ജനാധിപത്യ രീതിയിൽ, ഒരു ദേശീയ രീതിയിൽ മുസ്ലിം എന്ന ജാതി മാറ്റി വേറെ എന്തെങ്കിലും പേരിടണമെന്ന് പറഞ്ഞോളൂ. വേറെ കാര്യത്തിൽ കുറ്റമില്ല, ന്യൂനപക്ഷ പാർട്ടി. ഇതാണ് സംഗതി. ഇത് നമ്മളോട് മനസ്സിലാക്കേണ്ട കാര്യം. എന്തുകൊണ്ടാണ് കഴിഞ്ഞ 2 ടേമിൽ LDF ഇവിടെ ജയിക്കുന്നു? കഴിഞ്ഞ 2 ടേമിൽ പഞ്ചായത്ത് ഇലക്ഷനിലും നല്ല ഹോളിൽ ഭൂരിപക്ഷം അവർക്ക് കിട്ടുന്നു. പാർലമെൻറ്റ് ഇലക്ഷനിൽ കഴിഞ്ഞ ആദ്യത്തെ പ്രാവശ്യം 19, പിന്നെ 18 അങ്ങനെ ഉണ്ട്. അതേ സ്ഥാനത്ത് പാർലമെൻറ്റ് ഇലക്ഷനിൽ 19 സീറ്റ് കിട്ടിയപ്പോൾ മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞറിയോ, ഇത് കണ്ടോ എൻ്റെ കഴിവുകൊണ്ടും പിന്നെ ശബരിമലയുടെ പ്രശ്നം കൊണ്ടാണ് കിട്ടിയത്. പല പ്രാവശ്യം ഞാൻ പറഞ്ഞെങ്കിൽ പറയണം. എൻ്റെ പൊന്ന് സുഹൃത്തുക്കളെ, സഖാക്കളെ, അങ്ങനെ ശബരിമലയുടെ ഇതോ കിട്ടിയെങ്കിൽ പിന്നെ അസംബ്ലി ഇലക്ഷനും പോയി പഞ്ചായത്ത് ഇലക്ഷനും പോകുന്നു. ദേശീയ ലെവലിൽ മാത്രം കിട്ടിയിട്ട് മറ്റു 2 പോണെന്താ? എന്നാൽ അവിടെയും കിട്ടണ്ടേ? അതല്ല സംഗതി. കേട്ട ഒരു കാരണം മറ്റൊന്നുമില്ല. ഈ കഴിഞ്ഞ അസംബ്ലി ഇലക്ഷന് മുമ്പ്, പിന്നത്തെ ഇലക്ഷന് മുമ്പ്, അതിനു മുമ്പുള്ള ഇലക്ഷൻ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴേ സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് വരും. പാലോളി മമ്മൂട്ടിയുടെയൊക്കെ അഭിപ്രായ പ്രകാരം ഒരു അറബിക് സർവകലാശാല തുടങ്ങാൻ തീരുമാനിച്ചു കേരളത്തിൽ. അന്നേരം മാണി സാറാണെന്ന് ധനകാര്യം.
ആ കോട്ടയത്തിന് വെച്ചായിരുന്നു സെക്രട്ടറി, ചീഫ് സെക്രട്ടറി. പിന്നെ ഉമ്മൻചാണ്ടിയാണ് മുഖ്യമന്ത്രി. കുഞ്ഞാക്കയും E.T. മുഹമ്മദ് ബഷീറാണ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും മറ്റ് ലീഗിൻ്റെ പിടിപിടി മന്ത്രി, വ്യവസായ വകുപ്പ് മന്ത്രി. ഇവർ ഈ 5, 6, 7, 8, 9 UDF-ലെ പ്രബലർ അവരുടെ മുൻപിൽ 10,000-കണക്കിന് മുസ്ലിങ്ങൾ മലബാറിൽ നിന്ന് തിരുവനന്തപുരം സെക്രട്ടറി മുമ്പിൽ 4 പ്രാവശ്യം സമരം നടത്തി. 4 times. ആ 4 പ്രാവശ്യം സമരം 10,000 ആൾക്കാരെ പങ്കെടുപ്പിച്ചോണ്ടാ ദിവസങ്ങളെടുത്ത്. 10,000 ആൾക്കാരെ പങ്കെടുപ്പിച്ച് ദിവസങ്ങളെടുത്ത് സമരം നടത്തിയിട്ടും ഈ കുഞ്ഞുഞ്ഞും ഈ കുഞ്ഞുമാണിയും ഈ കുഞ്ഞാക്കായും ഈ കോട്ടയം അച്ചായനും ചീഫ് സെക്രട്ടറി അച്ചായനും പിന്നെ E.T. മുഹമ്മദ് ബഷീറും തിരിഞ്ഞു നോക്കിയില്ല. ഞാൻ പറയാം, രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി ആഗ്രഹിച്ച മനസ്സിലുണ്ടെങ്കിൽ ഇങ്ങനെ മലബാറിൽ നിന്ന് ഒരു വിഭാഗം, ആ വിഭാഗം ആരോടോ രമേശേ, ആ വിഭാഗം ആരോടോ കുഞ്ഞാലി, ആരോടോ പിന്നെ കുഞ്ഞുഞ്ഞും മാണിയൊക്കെ പോയില്ലേ, ആരാണ് അത്? കേരള ജനസംഖ്യയിൽ 40% ഉണ്ട് എന്ന് പറയുന്ന ഒരു വിഭാഗത്തിൻ്റെ ഉണ്ടെന്ന് പറഞ്ഞ ആരോട്? സംഘപരിവാരം പറഞ്ഞത്, ഞങ്ങൾ പറയുന്നല്ല. കേരള ജനസംഖ്യയിൽ 40%, മോർ ദാൻ 40+ ആണ് അവർ പറയുന്നത്. ഞങ്ങളത് പറയല്ല, ലെസ് ദാൻ 40+ ഞങ്ങൾ പറയുന്നത്. ഉണ്ടെന്ന് പറയുന്നത് സംഘപരിവാറാണ്. ആ 40% വരുന്ന ഒരു വിഭാഗത്തിൽ നിന്ന് 10,000-കണക്കിന് ആൾക്കാർ തിരുവനന്തപുരം പട്ടണത്തിൽ 4 പ്രാവശ്യം സമരം നടത്തി 5 വർഷം കൊണ്ട്. തിരിഞ്ഞു നോക്കിയില്ല. അവസാനം കോട്ടയത്തുള്ള കുഞ്ഞമാണി പറഞ്ഞറിയോ, ഞങ്ങൾ പിന്നെ ബൈബിൾ കോളേജിലൂടെ അനുവദിച്ചാൽ ഫണ്ട് അനുവദിക്കാൻ പറ്റുള്ളൂ. ആ 4 പ്രാവശ്യം മത്സരിച്ച് മടങ്ങിപ്പോയപ്പോൾ അവർ തീരുമാനമെടുത്തു, ഒരു പ്രതിജ്ഞ എടുത്ത്, ഒരു ഓത്ത്, ഇനി ഇവരുടെ മുമ്പിൽ മുട്ടുകൊടുക്കാൻ പറ്റില്ല. അത് ഏതുപോലെ എന്നറിയോ? ബഹുജൻ സമാജ് പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് കാൻഷിറാമന പാർട്ടി സ്ഥാപകൻ. ആ പാർട്ടി ബഹുജൻ സമാജ് പാർട്ടിയുടെ സ്ഥാപക നേതാവ് കാൻഷിറാംജി, അദ്ദേഹം 5,000 പേരെ പങ്കെടുപ്പിച്ചിട്ട് ഡൽഹി ബോട്ട് ക്ലബ്ബ് മൈതാനിയിൽ സമരം നടത്തി. എന്തിനു വേണ്ടി? മാണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കാൻ പറഞ്ഞു. അന്ന് ഇന്ദിരാഗാന്ധിക്കുള്ള കാലമാണ്. തിരിഞ്ഞു നോക്കിയില്ല കോൺഗ്രസ് ഗവൺമെൻറ്. അവസാനം കാൻഷിറാംജി ഒരു പ്രഖ്യാപനം നടത്തി. ഏത് 40 ദിവസം കഴിഞ്ഞ ശേഷം, ഇനി നിങ്ങളുടെ മുമ്പിൽ മുട്ടുപടിക്ക് ഞങ്ങൾ വരുന്നില്ല, ഞങ്ങൾ വേറെ വഴി നോക്കാം എന്ന് പറഞ്ഞ് പുള്ളി പോയി പാർട്ടി രൂപീകരിച്ചു. പിന്നെ മുന്നോട്ട് പോയി UP എന്ന സംസ്ഥാനത്ത് 4 പ്രാവശ്യം മുഖ്യമന്ത്രിയായി മായാവതി, BSPയുടെ കെയർ ഓഫിൽ. കോൺഗ്രസ് അതോടെ അവിടെ ഇല്ലാതെ. ഇപ്പോഴും കോൺഗ്രസ് അവിടെ ആയിട്ടില്ല, നോർമലൊന്നും ആയിട്ടില്ല. അതുപോലെയാണ് മുസ്ലിം സമുദായത്തിൻ്റെ നേതാക്കൾ. അവർ രാഷ്ട്രീയക്കാരല്ല, സമസ്താനുഭാവികൾക്കുണ്ട്. രാഷ്ട്രീയക്കാർ ലീഗുകാർ ഒറ്റപ്പെട്ട് വന്നേക്കാന്നുള്ളൂ. അവർ പറഞ്ഞത് ഇനി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നില്ല എന്ന് പറഞ്ഞാൽ അവർ മടങ്ങിപ്പോയി. നിരാശ്രയരായി മടങ്ങി. പകരം എന്ത് സംഭവിച്ചു? അടുത്ത പാർലമെൻറ്റ് ഇലക്ഷനിൽ കുഴപ്പമുണ്ടായില്ല. കാരണം അത് ഇതൊന്നും ബന്ധമില്ല. അസംബ്ലി ഇലക്ഷൻ 2 പ്രാവശ്യം കോൺഗ്രസ് തോറ്റുതൊപ്പിയിട്ട്, 2 പ്രാവശ്യം പഞ്ചായത്ത് ഇലക്ഷൻ തോറ്റുതൊപ്പിയിട്ട്. അതേ പറഞ്ഞ മുല്ലപ്പള്ളി പറഞ്ഞറിയോ, കോൺഗ്രസിൽ 19 സീറ്റിൽ ഞാൻ KPCC പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ അത് എൻ്റെ കഴിവും പിന്നെ ശബരിമല കഴിവെന്ന് പറയും. അങ്ങനെ ശബരിമലയുടെ കഴിവാണെങ്കിൽ അവർ ശബരിമലത്ത് നമുക്ക് യാതൊരു എതിർപ്പില്ല കേട്ടോ. ആ മതത്തെ സംബന്ധിച്ച് അവരത് വിശ്വസിക്കും, യാതൊരു തെറ്റില്ല. ഞങ്ങളുടെ വിശ്വാസം, അവർക്ക് അവരുടെ വിശ്വാസം നമ്മൾ അംഗീകരിക്കണം. പക്ഷേ അങ്ങനെയാണെങ്കിൽ ഈ അസംബ്ലി ഇലക്ഷനിൽ എന്തുകൊണ്ട് തോറ്റു കോൺഗ്രസ്? പഞ്ചായത്ത് ഇലക്ഷൻ തോറ്റു. അപ്പോൾ ഈ വോട്ട് 40% വരുന്ന കേരളത്തിലെ മുസ്ലിം സമുദായത്തിൽ 4-1 അല്ലെങ്കിൽ 3-1 മാത്രമാണ് ലീഗ് ഭാഗമുള്ളൂ. ബാക്കി 3-2 ഭാഗം പുറത്താണ്. അത് ഈ കോൺഗ്രസ്സുകാർ മനസ്സിലാക്കിയിട്ടൊന്നും എനിക്കറിയില്ല. കുഞ്ഞാക്കനെ സോപ്പിട്ട അല്ലെങ്കിൽ തങ്ങളെ സോപ്പിട്ട എല്ലാം ആയി എന്നാണ് കോൺഗ്രസിൻ്റെ മണ്ടന്മാരായ നേതാക്കൾ തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെ അല്ലെന്ന് പറഞ്ഞത്. 90 സീറ്റായിട്ട് കോൺഗ്രസ് മത്സരിച്ചിട്ട് ആകെ 21 സീറ്റ് വല്ല കിട്ടുള്ളൂ. ബാക്കി ഇവിടെ പോയി. അങ്ങനെ മുസ്ലിം ലീഗിന് ശക്തമായിരുന്നെങ്കിൽ പാലക്കാട് മുതൽ കാസർഗോഡ് വരെ 65 സീറ്റുള്ളതിൽ കോൺഗ്രസ് മാത്രം മത്സരിച്ചു. ലീഗ് അവിടെ മത്സരിച്ചില്ല. ലീഗ് മത്സരിച്ചിട്ട് വേറെയാണ്. അതിൽ 15 സീറ്റോടെ ജയിച്ചുള്ളൂ. ബാക്കി സീറ്റോടെ പോയി. ലീഗിന് വോട്ടുണ്ടാക്കിയോടെ ജയിക്കണല്ലേ. അപ്പം ലീഗിന് ഞാൻ കൊച്ചായി കാണല്ല. ലീഗ് ചില മേഖല ശക്തർ തന്നെയാണ്, സംശയമില്ല. പക്ഷേ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഊതി ഉറപ്പിച്ച ശക്തിയില്ല. അതുകൊണ്ട്
ഈ കേരളത്തിലെ ജനസംഖ്യയിൽ 40% വരുന്ന മുസ്ലിങ്ങളിൽ ഏതാണ്ട് 1/3 മാക്സിമം ലീഗ് അനുഭാവികൾ. 2 പേര് പുറത്താണ്. അവരുടെ വോട്ട് പ്രതിഷേധ സൂചകമായിട്ട് BJPക്ക് അല്ല ചെയ്തത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാണ്. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരെ മനസ്സിലാക്കണം, കഴിഞ്ഞ 2 ടേമിലും ജയിച്ചത് ഈ 40% മുസ്ലിങ്ങളിൽ നിന്ന് കിട്ടുന്ന പ്രതിഷേധ സൂചകമായി കിട്ടിയ വോട്ട് കൂട്ടാണ് നിങ്ങൾ 2 ടേം ജയിച്ചത്. ആ 2 ടേം ജയിച്ചതിന് ശേഷം ഈ പിണറായി സഖാവ് എന്ത് ചെയ്തറിയോ? കേട്ടോളൂ. ആദ്യത്തെ യുഗത്തിൽ വലിയ കുഴപ്പമില്ല മുന്നോട്ട് പോയി. 2ാം യുഗം ആയപ്പോഴേക്കും മുസ്ലിം സമുദായത്തെ അവർ മറന്നത്. 2ാം പ്രാവശ്യം ഇലക്ഷൻ ചെയ്ത് 1% കിട്ടിയോടി 99 സീറ്റ് കിട്ടിയോടി ഇവിടെ മുസ്ലിം സമുദായം മാറിയെന്ന് മാത്രം അവർ ശത്രുവായി. ഇവിടെ ഇന്ന് ചെറിയ പെരുന്നാൾ നടന്നു കഴിഞ്ഞ ദിവസം, ദിവസം മുമ്പ്. ഈ മാർച്ച് മാസം 31-ാം തീയതി തിങ്കളാഴ്ച കേരളത്തിൽ 40% ജനങ്ങൾ ആഘോഷിച്ച ഒരു ചെറിയ പെരുന്നാൾ ആഘോഷം നടന്നു. ഈ കേരളം ഭരിക്കുന്ന ഗവൺമെന്റ് എന്താണ് ചെയ്തത്? മാർച്ച് മാസത്തിൽ ഞാൻ അവരെ ഈ സ്റ്റോറി പോയി, ഒരു സാധനമില്ല. അത് കഴിഞ്ഞ് ഈ മാസം മിനിയാന്ന് ഞാൻ പോയി. ഞാൻ പോകുന്നത് എനിക്ക് അരി വാങ്ങിക്കാനല്ല, എനിക്ക് അവിടുത്തെ സംഗതി അറിയണം. നിത്യോപയോഗം അരി വാങ്ങിക്കുന്ന ആൾക്കാർ, റേഷനിൽ കൊടുക്കുന്ന അരി എന്ന് വെച്ചാൽ അത് ഫിക്സഡാണ്. റേഷനിൽ കൊടുക്കുന്ന അരി എത്രയിടോ പിണറായി സഖാവേ? ഒരാൾക്ക് കൊടുക്കുന്ന 66 ഗ്രാം അരിയാണ് പെർ ഡേ. ഇത് 30 ദിവസത്തേക്ക് 2 കിലോ അരി കൊടുക്കുമ്പോൾ 2 കിലോ അരി 2000 2000-നെ 30 ഹരിക്കുമ്പോൾ 3000 66 ഗ്രാം അരിയാണ് പെർ ഡേ. 66 ഗ്രാം അരി നമ്മുടെ വീട്ടിലോട്ട് കോഴിക്ക് തയ്യോ? ചിന്തിക്കണം നിങ്ങൾ. ഈ പാവപ്പെട്ടവനെ ചൂഷണിന്ന് പറഞ്ഞത്. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത കാലത്ത് ഇലക്ഷൻ ഇല്ലാത്ത പേരിൽ അവരുടെ സൂപ്പർ മാർക്കറ്റുകൾ അല്ലെങ്കിൽ ഒരു സാധനം വെളിച്ചെണ്ണയൊക്കെ ഇല്ലാതെ കുറേ ആയി ഒന്നുമില്ല. അപ്പോൾ ഇത് ഇനി അടുത്ത ഇലക്ഷൻ വരുന്നത്, ഈ ഇലക്ഷൻ കുറച്ച് കഴിഞ്ഞില്ലേ, അതുകൊണ്ട് മറ്റുള്ള സ്വകാര്യ കച്ചവടക്കാർക്ക് കാശ് കിട്ടാൻ വേണ്ടി തട്ടിപ്പിയല്ലേ, വഞ്ചന ചെയ്യല്ലേ ഈ പാവപ്പെട്ട സമുദായത്തെ. റേഷനിൽ സപ്ലൈ ആവശ്യം സാധനം കൊടുക്കണ്ടോ? ഇത് ഉണ്ടായി ഗവൺമെന്റ് മാത്രമല്ല. ഈ 66 ഗ്രാം അരി കൊടുത്ത് ഉമ്മൻചാണ്ടി ആന്റണിയും മറ്റേ CH ഒക്കെ എല്ലാം ചെയ്താണ്. അല്ല പിണറായി മാത്രമല്ല. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കുക, 66 ഗ്രാം അരിയാണ് പെർ ഡേ കൊടുക്കുന്നത്. അത് എന്ത് നീതിയാണത്? അതാണ് ഞങ്ങൾ സമയം നടത്തുക. അത് 666 ഗ്രാം ആക്കണം. 10 ഇരട്ടി കൂട്ടണം. 66 × 10 = 666 ഗ്രാം. 666 ഗ്രാം വെച്ചാൽ 1/4 കിലോയിൽ അല്പം കൂടുതൽ. 1/2 കിലോ അല്പം കൂടുതൽ വേണ്ടി ഒരു ദിവസം ഒരാൾക്ക് കഴിക്കാൻ. 2 നേരം 3 നേരം പക്ഷേ അരി വെച്ച് കഴിക്കുന്ന ആൾക്കാർ ചിലർ. അപ്പോൾ ഒരു 500 കിട്ടും, 200 ഗ്രാം കിട്ടും ദിവസം. ഓക്കെ, ഒരു പരിധി വരെയാവും. അതാണത്. അങ്ങനെ ചെയ്ത് ആണ് ഈ ഗവൺമെൻറ് ചെയ്തത്. അതിൻ്റെ ഫലം ഇപ്പോൾ ഈ അടുത്ത ഇലക്ഷനിൽ കാണും. ഞാൻ പറഞ്ഞു വരുന്നപ്പോൾ UDF ഗവൺമെൻറ് കാണിച്ച ആ തീവെറ്റികളുടെ നെറികളുടെയും വഞ്ചനയുടെയും പര്യായമായിരുന്നു ഈ 2 പ്രാവശ്യം പിന്നെ LDF ജയിച്ചത്. 2 പഞ്ചായത്ത് ഇലക്ഷനിൽ LDFന് ജയം കൂടുതൽ കിട്ടിയത്. ഇത് UDF ഇപ്പോഴും മനസ്സിലാക്കിയിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. UDF നേതാക്കൾ ഇപ്പോഴും കാണുന്നറിയോ? ഗുരുവായൂർ മുരളിക്ക്, തൃപ്പൂണിത്തെ മറ്റയാൾക്ക്, പാലക്കാട് ഇന്നയാൾക്ക് ഒക്കെ കൊടുക്കാനിരിക്കുന്നത്. വോട്ട് കിട്ടണമെങ്കിൽ ഈ 2/3 വരുന്ന മുസ്ലിങ്ങൾ വോട്ട് കിട്ടണം. അതാണ് വസ്തുത. അതാണ് UDF തോൽക്കാൻ കാരണം. അതിൻ്റെ മഹത്വം, അതിൻ്റെ ഫലം കിട്ടിയത് LDFനാണെന്ന് അറിയാം. പക്ഷേ LDF 2ാമത് ടൈം കിട്ടുമല്ലോ. ഒരു തികച്ചും ഘടകവിരുദ്ധമായി BJP ആയിട്ട് RSS രഹസ്യധാരണയെ കൂടി ഭരിച്ച് രഹസ്യധാരണ എത്തിയിട്ട് കഴിഞ്ഞ 2 ദിവസം മുൻപ് ഇദ്ദേഹം പ്രസിഡൻ്റായി തന്നെ ശേഷം കേരളത്തിൽ വളരണമെങ്കിൽ പിന്നെ CPM തകർക്കാൻ പറ്റില്ല എന്ന് നേരത്തെ കണ്ടുപിടിച്ചാൽ വീണ്ടും എടുത്തിപ്പോഴാണ് അതിൻ്റെ ഒരു പരിണിത ബലം കൂടിയാണ്, അതിൻ്റെ പാർശ്വബലം കൂടിയാണ് ഇപ്പോഴത്തെ ഈ കേസ് വന്നിരിക്കുന്നത്. കേസ് വരാൻ കാരണം അറിയുമോ? ബേബി ആ ഗ്രൂപ്പിൽ ഒരു ഗ്രൂപ്പ് ബേബി എന്ന ക്രിസ്ത്യാനി സഖാക്കൾക്കും പാർട്ടി ജാതിയില്ലെങ്കിലും ഞങ്ങളതിൻ്റെ കിട്ടി. അതിൽ ഈ മൂസിക്ക് എത്ര കണ്ട് ചൈൽഡ് വലിച്ചെന്നറിയോ? RSS നേതാക്കളെ നേരിട്ടും അല്ല കണ്ട് കാര്യം പറഞ്ഞ് മനസ്സിലാക്കി ബേബിയെ വരേണ്ട ആവശ്യം നമ്മൾ അവർക്ക് ബുദ്ധി മനസ്സിലായില്ല. ബേബിക്ക് ഇത് തല്ലാൻ വരുന്ന മൂർഖനെ പോലും രക്ഷപ്പെടുത്തിയാൽ മൂർഖൻ സ്നേഹം കാണിക്കുമ്പോൾ ബേബി ഇപ്പോൾ ഞെളിഞ്ഞ് പിരിഞ്ഞ് നിൽക്കാൻ ഒരു ഏതാണ്ട് മണിക്കൂർ മുമ്പ് വരും.
അത് പ്രതീക്ഷയില്ലാതെ മുഖം കണ്ടാൽ അറിയാം. ഞങ്ങളുടെ ഗ്രൂപ്പുള്ളവർ മനഃശാസ്ത്രജ്ഞന്മാരോടോ അവർക്ക് മുഖം കണ്ടറിയാം, അങ്ങനെ തന്നെ വായിക്കറിയാം. ഞാനല്ല, ഞാനൊന്നുമില്ല, ഞാൻ പറഞ്ഞു. അപ്പോൾ അവർ ആ ഒരു നന്ദിനെ മരിക്കോളം ബേബിക്ക് സംഘപരിവാർ കൊടുക്കൂലേ? അത് സഖ്യല്ലേ ഈ പറഞ്ഞത്, ഒരു പരസ്പരം പരസ്പര സ്നേഹം അത് വേണമല്ലോ. നമ്മളൊരാൾ തല്ലുമ്പോഴേ മനസ്സിൽ ദയവുണ്ടെങ്കിൽ ആ തല്ല് അധികം കൊള്ളൂല, പറ്റൂല. അതുപോലെയാണ് ഈ ഒരു ധാരണ മനസ്സിലുണ്ടെങ്കിൽ ബേബി വന്ന ഓരോ കാര്യത്തിലും സംഘപരിവാറിന് ഒരു പരിധി വരെ ആശ്വസിക്കാം. ഇതൊക്കെയാണ് സൈക്കോളജി. ഇതെത്തവർക്ക് മനസ്സിലായി നിൽക്കറിയില്ല. അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ എന്താണ്, അപ്പോഴും സഖാക്കളെ സംബന്ധിച്ചൊരു കാര്യം അവർ മനസ്സിലാക്കി. അതെന്താണ്, ഞങ്ങൾ തന്നെ പറഞ്ഞത്, ഈ ബി ജെ പിക്കും പറഞ്ഞ് ഞങ്ങൾ തന്നെ സഖാക്കൾ പറഞ്ഞത് എന്താ വെച്ചാൽ, ബി ജെ പിയും മുസ്ലിങ്ങളും തമ്മിൽ ഇന്ത്യയിൽ ഏതാണ്ട് ശത്രുതയാണ്. എന്നുവെച്ചാൽ അവർക്ക് വേറെ ശത്രു ഇല്ല. മുസ്ലിങ്ങളില്ലാതെ ഹിന്ദു സമുദായത്തിൽ സംഘപരിവാർ വേറെ ശത്രുവില്ല. ക്രിസ്ത്യാനി ശത്രുക്കൾ എന്ത് കാര്യമുള്ളൂ, ആകെ 2 പേരുള്ളൂ. 100 പേരുണ്ട്, ഈ 2 പേരുള്ളൂ, ബാക്കി 98 പേരും പുറത്തെടുക്കുക. അപ്പോൾ അവർക്ക് ശത്രുവാക്കിയിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു മിനിമം ആളുകളില്ലാത്ത ശത്രു കിട്ടുക, അതൊരു ശത്രുവല്ല, വാക്കാൽ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ശത്രു എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റും അല്ല. കമ്മ്യൂണിസ്റ്റത്തിലുണ്ട് ഈ പറഞ്ഞ 2% 1% പോലും ഇല്ല. അപ്പോൾ അതുമല്ല വിഷയം. വരും ശത്രു എന്ന് പറയുന്നത് മുസ്ലിങ്ങളാണ്. ഇനി മുസ്ലിങ്ങൾ യഥാർത്ഥ ശത്രു ആണോ? അല്ല. അത് ബി ജെ പിക്കും അറിയാം, സംഘപരിവാറിനും അറിയാം, ഒരു ഞങ്ങളിപ്പോൾ മുസ്ലിങ്ങൾക്കും അറിയാം അവർ ശത്രു. പക്ഷെ അവർക്ക് ശത്രു വേണ്ടേ? ഒരു പ്രസ്ഥാനം വളരണമെങ്കിൽ ഒരു ശത്രുത വേണം, ശത്രു വേണം, അല്ലെങ്കിൽ വളരില്ല. അതിന് ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ അമേരിക്ക ഏറ്റവും വലിയ ശത്രു കമ്മ്യൂണിസ്റ്റ്, സോവിയറ്റ് റഷ്യ ഇത് കമ്മ്യൂണിസ്റ്റും. കമ്മ്യൂണിസ്റ്റ് തകർന്ന് ഗോർബച്ചോവ് പെരിസ്ട്രോയ്ക്കയും നോയിട്ടേക്ക് പോയിക്കുമ്പോഴല്ലോ റഷ്യ തകർന്ന് പിളർന്ന് പോയപ്പോഴും പിന്നെ കമ്മ്യൂണിസ്റ്റ് ഇല്ലാതെ, കമ്മ്യൂണിസ്റ്റ് ശത്രു ഇല്ലാതെ, ശത്രുവിന് ശക്തിയില്ലെന്ന്. അപ്പം പിന്നെന്താ ചെയ്യണേ? അപ്പം അവർ കണ്ടുപിടിച്ച ശത്രുവാണ്. ഇപ്പം ഇവിടെ ബി ജെ പി മുസ്ലിങ്ങൾ കാണുന്ന പോലെ അവർ ദേശീയ ലെവലിൽ, ഇന്റർനാഷണൽ ലെവലിൽ മുസ്ലിങ്ങളെ ശത്രുവാക്കി. ഒരു ശത്രുവില്ല, വളരാൻ പറ്റില്ലെന്ന്. അത് നിങ്ങൾ മനസ്സിലാക്കണം. അതൊരു മനഃശാസ്ത്രമാണ്. നമുക്കെതിരെ ഒരു ശത്രു ഇല്ലെങ്കിൽ നമ്മൾ വളരില്ല. അതൊരു സത്യമാണ്, ഒരു യാഥാർത്ഥ്യമാണ്. ആ ശത്രു ആയത് ഇവിടെ കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു. ബി ജെ പി അവർക്ക് ശത്രുവാക്കി കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റിനല്ല, അവർ ശത്രുവാക്കിയാണ് മുസ്ലിങ്ങളാണ്. അത് അവരുടെ പ്രത്യയശാസ്ത്രം അങ്ങനെയാണ്. അങ്ങനെ ആക്കിയപ്പോൾ ബി ജെ പി ആണ് ഏതാണ്ട് ഇപ്പം മുഖ്യ ശത്രു മുസ്ലിങ്ങളിലെ, അല്ലെങ്കിൽ മുസ്ലിങ്ങളിലെ മുഖ്യ ശത്രു, അല്ലെങ്കിൽ ബി ജെ പിയുടെ മുഖ്യ ശത്രു ബി ജെ പി. അങ്ങനെയാണ് രീതി പോകുന്നത്. അങ്ങനെ അല്ലെങ്കിലും അപ്പോൾ എന്താ ചെയ്യുക? വോട്ട് മുസ്ലിങ്ങൾ ചെയ്യില്ല. പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറ്റും? ഇവിടെ കോൺഗ്രസ് തകർന്നു പോകും. കോൺഗ്രസ് തകർന്ന് പിന്നെ വരുന്നത് ഒരു പക്ഷത്ത് കമ്മ്യൂണിസ്റ്റ്, ഒരു പക്ഷത്ത് ബി ജെ പി ആണ്. ആ കമ്മ്യൂണിസം പിന്നെ ക്രമേണ പശ്ചിമ ബംഗാളിലും ത്രിപുര പോലെയൊക്കെ നയിച്ചു പോകും. അപ്പോൾ ബി ജെ പി മാത്രവും. അപ്പോൾ ബി ജെ പി മാത്രമാകാതിരിക്കണമെങ്കിൽ കോൺഗ്രസ് എന്നൊരു പ്രസ്ഥാനം നിലനിൽക്കണം, യു ഡി എഫ് എന്ന പ്രസ്ഥാനം നിലനിൽക്കണം. അപ്പോൾ ഒരു വശത്ത് ഇനി കാലക്രമേണ വരാൻ പോകുന്ന ഒരു വശത്ത് ബി ജെ പി പക്ഷം നിൽക്കും, മറുവശത്ത് കോൺഗ്രസ് പക്ഷം നിൽക്കും. ഈ കോൺഗ്രസ് പക്ഷം തകർക്കാൻ പറ്റില്ല. അതെന്തുകൊണ്ടെന്നറിയോ? അതാണ് ബി ജെ പി മനസ്സിലായി. ഞങ്ങൾ ബി ജെ പി പറഞ്ഞു കൊടുത്തു, സഖാക്കളോടും പറഞ്ഞു, സഖാക്കളെ നിങ്ങൾക്ക് ഞങ്ങൾ അത്ര വോട്ടിയില്ല, അത് നിങ്ങളുടെ എതിർപ്പുകൊണ്ടോ അല്ലെങ്കിൽ ഇപ്പോൾ യു ഡി എഫിൻ്റെ ഗുണം കൊണ്ടല്ല. അതങ്ങനെ ആ സാഹചര്യത്തിൽ ഞങ്ങളെ ആക്കി, മുസ്ലിങ്ങളെ ആക്കി. അത് വോട്ട് മുഴുവൻ എൻ ബ്ലോക്ക് 40% വരുന്ന മുഴുവൻ വോട്ടും യു ഡി എഫിന് വോട്ട് ചെയ്യും. അപ്പോൾ എൽ ഡി എഫ് കിട്ടില്ല, മനസ്സിലായി. അപ്പോൾ എൽ ഡി എഫ് മുസ്ലിം ശത്രുവശത്ത് മതി, വോട്ട് കിട്ടില്ല എന്നല്ലേ. അങ്ങനെ നിന്നപ്പോൾ ഈ ക്രിസ്തീയ സമുദായത്തെ അവർ വിലക്കെടുക്കാൻ നോക്കി, 2 കൂട്ടരും, അതായത് ബി ജെ പിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും. അങ്ങനെ വീണ ജോർജിനൊക്കെ ആക്കിയത്. അങ്ങനെ നിൽക്കുമ്പോൾ കാര്യം എന്ന് വെച്ചാൽ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന്, ക്രിസ്ത്യാനിയിൽ നിന്ന് ഒരു നല്ല ശതമാനം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും പോകും, നല്ല ശതമാനം ബി ജെ പിയും പോകും. അപ്പോൾ ബി ജെ പിക്ക് ഉള്ളുകൊണ്ടെങ്കിലും CPM സെക്രട്ടറിയായിട്ട് ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ, CPM ദേശീയ സെക്രട്ടറിയായിട്ട് ഉണ്ടെങ്കിൽ അത് പാർട്ടിക്ക് ഗുണം ചെയ്യും. അതാണ് മനഃശാസ്ത്രം, അതാണ് രാഷ്ട്രീയ തന്ത്രമാണത്. ഞങ്ങളൊന്നും ഒരിക്കലും ഞങ്ങൾ പറഞ്ഞ മനഃശാസ്ത്രം പറഞ്ഞു ഇതൊന്നും തെറ്റല്ല, അതൊക്കെ രാഷ്ട്രീയ തന്ത്രമാണ്. ഈ തന്ത്രമൊന്നും ഇവിടെ കോൺഗ്രസ്സുകാർക്ക് അറിയില്ല, ലീഗുകാർക്ക് അറിയില്ല. അതിന് ബി ജെ പി അല്ല കുറ്റം ചെയ്തത്, ആ കുറ്റവാദി, അത് കമ്മ്യൂണിസ്റ്റ് കുറ്റവാദി, അത് അവരെ മണ്ടത്തരാണ്. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഇവിടെ വരുന്ന 40% ആകെ വോട്ട് ചെയ്യുന്നതിന് 38.5%, 39% യു ഡി എഫ് വോട്ട് ചെയ്യും. 39% വോട്ട് കിട്ടുന്ന യു ഡി എഫിനെ സംബന്ധിച്ച് അവർ തോൽപ്പ് ഇനി കേരളത്തിൽ ഒരു പാർട്ടിക്ക് സാധിക്കില്ല. ഞങ്ങൾ വളരെ വ്യക്തമായിട്ട് പറയാണ്, അന്തസ്സായിട്ട് ശാസ്ത്രീയമായിട്ട് പറയാണ്, ആ 38% വോട്ട് യു ഡി എഫിന് ചെയ്യാൻ കേരളത്തിൽ മുസ്ലിങ്ങൾ തീരുമാനിച്ചിരിക്കുന്നുണ്ട്. ഇനി ഒരു പാർട്ടി തൽക്കാലം 3-4 ടൈമെങ്കിലും കോൺഗ്രസിനെ യു ഡി എഫ് തോൽപ്പിക്കാൻ സാധിക്കില്ല.
ഇനി UDF തോൽവി വേണ്ടി കോൺഗ്രസ് ചെറിയൊരു വിഭാഗം ശ്രമിച്ചാലോ അതിനും ഞങ്ങൾ അവസരം കൊടുക്കൂല. കാരണം അവിടെയൊക്കെ അപ്പുറത്ത്, അതായത് നിങ്ങൾക്ക് മനസ്സിലാക്കണം, പെട്രോളിലേക്ക് വെള്ളം ഒഴിച്ചാൽ വെള്ളം ആവിയായി പോകും. പക്ഷെ പെട്രോളിൽ 10 ഇരട്ടി വെള്ളം ഒഴിച്ചാൽ പെട്രോൾ പോലും കെട്ടുപോകും. അത് മനസ്സിലായില്ലേ? അതല്ലേ ഫിലോസഫി, അതല്ലേ സയൻസ്. അതുപോലെയാണ് ഇനിയിപ്പോൾ ഒരു 2, 3, 5, 10% കോൺഗ്രസ്സുകാർ ഈ മുന്നണി വേണ്ട, LDF അല്ലെങ്കിൽ BJP വരട്ടെ എന്ന് ഉള്ളുകൊണ്ട് വിചാരിച്ചാൽ പോലും ഞങ്ങൾ വെച്ചാൽ ഈ 40% വരെ മുസ്ലിങ്ങൾ സമ്മതിക്കില്ല. അവർ അന്ധമായിട്ട് കൊണ്ട് ഈ UDF വോട്ട് ചെയ്യും. UDF വോട്ട് ചെയ്താൽ പിന്നെ ഈ ഞഞ്ഞ കോൺഗ്രസ്സുകാർ കാല് വാരിയാലും തോൽപ്പിക്കാൻ പറ്റുമോ? ഇല്ല. അത് അടുത്തൊരു 3-4 ടേം വരെ, 2050 വരെയെങ്കിലും, 25 വർഷമാണ് ഇനി, 2050 വരെയെങ്കിലും കേരളത്തിൽ BJP അധികാരത്തിൽ കയറാമെന്ന് വിചാരിക്കണ്ട. പക്ഷെ ഒരുപക്ഷെ പ്രതിപക്ഷമാവും. കമ്മ്യൂണിസ്റ്റ് പാർട്ടി തകരാൻ സാധ്യതയുണ്ട്. എന്നറിയോ? ഇപ്പോൾ ഈ ജയശങ്കർ വക്കീൽ പറഞ്ഞൊരു ബുദ്ധി രാക്ഷസം പറയുന്നുണ്ട്. ഇപ്പോൾ കോൺഗ്രസ് ക്ഷീണം പറ്റി കോൺഗ്രസിന് വോട്ട് പോയി. ഇടൂ ജയശങ്കർ വക്കീൽ ഈ 40% വരുന്നതിൽ 38% വോട്ട്, ടോട്ടൽ വോട്ടിൽ 38% കിട്ടുമ്പോഴേ അവരെങ്ങനെ തോൽക്കുന്നത്? അവർ വോട്ട് എങ്ങനെ പോകുന്നത്? തന്നെയല്ല, ആ കോൺഗ്രസിൻ്റെ 10 വോട്ട് അല്ലെങ്കിൽ ഒരു 5-10% വോട്ട്, ആകെ 10% ഉള്ളൂ, അതിലൊരു 5% വോട്ട് പോലും BJP പോയാലും BJP ഭരണം കിട്ടില്ല, കോൺഗ്രസ് ക്ഷീണിക്കില്ല. അതുകൊണ്ട് അത് കമ്മ്യൂണിസ്റ്റിൽ പോകുന്നേ ഒക്കെ പ്രശ്നമാണ്. കമ്മ്യൂണിസ്റ്റിൽ പോകുന്നില്ല. അവന് ജയിക്കാൻ വക്കീൽ പോലെ കോൺഗ്രസിന് തോൽവിന്. കോൺഗ്രസ് ഒരു തോൽവിയും വരില്ല. അടുത്ത് 2050 നിങ്ങൾ എഴുതി വെച്ചോ. ഇന്ന് ഡേറ്റ് വെച്ച് ഇതെല്ലാം രേഖയിൽ പോകണം. ലോകം മുഴുവൻ പോകണം. ഞാൻ ഒരാൾ വന്നല്ല, ഞാൻ മരിച്ചാലും ഇതെല്ലാം രേഖയ്ക്ക് എടുക്കും. 2050 വരെ ഇന്ത്യൻ UDF എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം തകർക്കാൻ ഇന്ത്യയിൽ കേരളത്തിൽ ഒരു ശക്തി സാധിക്കില്ല. ഒരു ശക്തി ഇന്ത്യ അത് സാധിക്കണമെങ്കിൽ മുസ്ലിം സമുദായം വിചാരിക്കണം. മുസ്ലിം സമുദായത്തിൽ ഒരു 10-30% പേര് ശരി ഞങ്ങൾക്ക് BJP സപ്പോർട്ട് ചെയ്യാം എന്ന് തീരുമാനം എടുത്താൽ പോയി തന്നെയാണ്. നമുക്കൊന്നും പറയാനില്ല. അത് അങ്ങനെ വന്നുകൂടാന്ന് പറയാൻ പറ്റില്ല. BJP ഒരു മാന്യമായ രീതിയിൽ ഒത്തുതീർപ്പിൽ വന്ന് മുസ്ലിങ്ങൾക്കൊരു സംരക്ഷണം, ഒരു ആശ്വാസം കൊടുക്കുകയാണെങ്കിൽ അത് ഇന്നലെ നാളെ ആയിക്കൂടാന്നില്ല. പണ്ട് ഇവരെല്ലാം കോൺഗ്രസ് ആയല്ലോ, അവിടെ പിന്നെ കമ്മ്യൂണിസ്റ്റ് പോയത്, അങ്ങനെ മാറിക്കൂടാന്നില്ല. അങ്ങനെയൊക്കെ വന്നാലോ ഓക്കെ. അല്ലെങ്കിൽ 2050 വരെ, 50 ചിലപ്പോൾ ഒരു നൂറ്റാണ്ട് പറയാൻ പറ്റുമോ? 50 ശേഷമൊക്കെ ഭൂമി ഉണ്ടാകുന്നതിന് പറയാൻ പറ്റില്ല. 50 വരെയെങ്കിലും UDF തകരില്ല, തകർക്കാനും പറ്റില്ല എന്ന് വിചാരിച്ച് UDF ഒരു കാര്യം മനസ്സിലാക്കണം. സ്ഥാനമാനങ്ങൾ പങ്കിടുമ്പോൾ 10% ഉള്ള ഒരു വിഭാഗത്തിന് 40% വിഭാഗത്തിന് 10-20% കൊടുത്താൽ വില പോവില്ല. അങ്ങനെ ഒരു എളുപ്പ വഴിയിൽ ക്രിയ ചെയ്ത് പഠിക്കരുത്. നമ്മുടെ പിന്നീട് കോൺഗ്രസിൻ്റെ ആള് പ്രിയങ്ക ഗാന്ധി, രാഹുൽ ഗാന്ധിയും വയനാട് നിന്ന് ജയിച്ച് എളുപ്പ വഴിയിൽ ക്രിയ ചെയ്ത് ജയിച്ച പോലെ അങ്ങനെയൊക്കെ കോൺഗ്രസ് ശ്രമിച്ചാൽ ആ ശ്രമിക്കുന്ന നേതാക്കളെ തകർത്ത് കളയുന്നതാണ് ഞങ്ങൾ പറഞ്ഞത്. തകർത്ത് കളയും. ഇത് ഒരു മൊയ്തീൻ ഷായല്ല, 40% വരുന്ന ഒരു സമുദായത്തിൻ്റെ പ്രതിനിധി നിലയാണ്. അത് വ്യക്തമായിട്ട് പരസ്യമായിട്ട് ഒളിച്ചു വെച്ചോ കാലുവാരിയോ അല്ലെങ്കിൽ ആസത്തി കാലുകയറ്റല്ല, വളരെ പരസ്യമായിട്ട് വ്യക്തമായിട്ട് സ്ഫുടതയോടി പറയാൻ അറിയാവുന്ന ഭാഷയിൽ ഈ 25-40% വരുന്ന മുസ്ലിങ്ങൾ ബ്ലോക്ക് കുറച്ചുകൊണ്ട് ഇനി ഒരു 25-50 2050 വരെയിൽ കേരളത്തിൽ BJP വരില്ല എന്നല്ല ഞങ്ങൾ അത് ഞങ്ങൾ പറയുന്നില്ല. UDF തകർക്കാൻ പറ്റില്ല. UDF തകർന്നാലേ BJP വരുള്ളൂ. അത് നിങ്ങൾ BJP പറ്റില്ല ഞങ്ങൾ പറ്റില്ല. അത് മറു രീതിയിൽ പറയാണ്. UDF തകർക്കാൻ സാധിക്കില്ല. അപ്പോൾ ജയശങ്കർ വക്കീലിലേക്ക് ആ ബുദ്ധി അവിടെ പോയി നമുക്ക് കാണിച്ചു തരാം, ഇലക്ഷൻ കാണാം. അത് നിങ്ങൾ കോൺഗ്രസ് മര്യാദയോട് ന്യായമായിട്ട് ജനസംഖ്യാനുപാതികമായ രീതിയിൽ എല്ലാ വിഭാഗം ആൾക്കാർക്കും മാന്യമായ സ്ഥാനമാനങ്ങൾ കൊടുത്താൽ ഓക്കെ, കൊടുത്തില്ലെങ്കിൽ അത് പ്രശ്നവും. പിന്നെ സഭയുടെ ഒരു കാര്യം പറഞ്ഞില്ല. സഭ ഇപ്പോൾ രാഷ്ട്രീയം ഇറങ്ങാൻ പോകണം, ഇറങ്ങിക്കോ, എന്താ കുഴപ്പം? ആണെങ്കിൽ ഇറങ്ങണം. നിങ്ങൾ ആ മണിമേളയിൽ ഇരുന്നല്ലോ, മേടയിൽ ഇരുന്ന് ആസ്വദിച്ച് കാര്യങ്ങൾ കോൺഗ്രസ് ആയാലും ഭരണത്തിൽ വന്ന കമ്മീഷൻ അവരെ സപ്പോർട്ട് ചെയ്ത് സോപ്പിട്ട് ആസ്വദിക്കല്ല. നിങ്ങൾ രാഷ്ട്രീയത്തിൽ ഇറങ്ങണം എന്ന് തന്നെയാണ് ഞങ്ങൾ പറഞ്ഞത്. എങ്കിലാണ് ആട്ടിൻ തോലിട്ട ചെന്നായ്ക്കൾ മേയും നാട്ടിൻ പുറത്ത് വളരണമെന്ന് പറഞ്ഞത്. ചിലത് ആടുണ്ട്, പക്ഷെ ഇട്ടിരിക്കുന്ന ആട് തോലാണ്, പക്ഷെ അകത്ത് ചെന്നാട് പോലെ രാഷ്ട്രീയക്കാരുടെ പ്രവൃത്തിയും ബുദ്ധിമുട്ടൊക്കെ ഫാദർമാർ അറിയണമെങ്കിൽ നിങ്ങൾ രംഗത്ത് വേണം, നിങ്ങൾ രാഷ്ട്രീയത്തിൽ വേണം. എന്താണ് പ്രയാസം രാഷ്ട്രീയം കൊണ്ടെടുക്കാൻ? ഞങ്ങൾക്ക് അനുഭവിക്കുന്ന കാര്യമാണ്. അത് വരട്ടെ, നല്ല കാര്യം. അപ്പോൾ എത്ര വരുമ്പോഴും അത് ഡിവൈഡ് ചെയ്ത് പോകും. അത് ഇന്നലെ പറഞ്ഞു, മാരാമൺ കൺവെൻഷൻ കൂട്ടി പറയുമ്പോൾ ഇനി ഞാൻ പറയുന്നില്ല. അതുകൊണ്ട് നമ്മുടെ സമയം കഴിഞ്ഞിരിക്കുകയാണ്. എനിക്ക് പറയാനുള്ള കാര്യം, നിങ്ങൾ കോൺഗ്രസ് മാന്യമായിട്ട് വിചാരിക്കുകയാണെങ്കിൽ മറ്റേ
കഴിഞ്ഞ പ്രാവശ്യം തന്നെ അറബിക് സർവകലാശാലയെ കുറിച്ച് ഒരു ചെറിയ രീതിയിൽ തെറ്റല്ലെങ്കിൽ ഒരു തിരുത്തി ഒരു പ്രസ്താവന പറഞ്ഞിരുന്നല്ലോ. കഴിഞ്ഞ പ്രാവശ്യം തന്നെ വോട്ട് കിട്ടി ജയിച്ചേനെ. അത് ചെയ്യാത്തതാണ്. അത് ചെയ്യാൻ കുഞ്ഞാക്കാസ് സമ്മതിക്കുന്നില്ല, ബഷീർ സമ്മതിക്കുന്നില്ല. ബഷീർ എന്നറിയോ, ഒരു 10,000 പേര് പോലും സംസാരിക്കാത്ത സംസ്കൃതത്തിന് വേണ്ടി സർവകലാശാല കാലടി തുടങ്ങി. നല്ല കാര്യം, അതിൽ ഞങ്ങൾക്ക് ആ എതിർപ്പില്ല, കാരണം ഏത് ഭാഷ പഠിക്കുന്നതാണ്. പക്ഷേ ഇത് കോടിക്കണക്കിന് ആൾക്കാർ ഉപയോഗിക്കുന്ന 800 കോടിയിൽ 300 കോടിയോളം മുസ്ലിങ്ങൾ ഉണ്ടെന്നാണ് കണക്ക്, ആകെ 800-ൽ. അതിൽ പല ഒറ്റ ലക്ഷങ്ങൾ സംസാരിക്കുകയാണ് ഈ ഭാഷ. അതിന് ഒരു സർവകലാശാല വന്നിട്ട് സമ്മതിച്ചില്ലായി നമ്മൾ നെറുകയുടെ ദമ്മാടിച്ചരല്ലേ. ഇനി ആ സർവകലാശാല വന്നെന്ന് വിചാരിക്കാം, വന്നാൽ തന്നെ നേട്ടം ആർക്കാ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ ഇവിടെ നിന്ന് മുസ്ലിങ്ങൾ പോയാൽ ഗൾഫിലേക്ക് പോയി കഴിഞ്ഞാൽ പല ഡ്രൈവർമാരും പെട്ടിക്കട നടത്താനാണ്. ബാക്കി മെയിൻ ഉദ്യോഗത്തിലെല്ലാം വരുന്നത് ഈ പറഞ്ഞ ഇവിടുത്തെ നായരും ക്രിസ്ത്യാനിയാണ്. അതും എടുത്തു പറയാം, നായരും ക്രിസ്ത്യാനിയാണ്. അവർക്കെല്ലാം നേട്ടം കിട്ടുന്നത്, അവർക്കെല്ലാം ഭാഷ പഠിക്കാൻ അറിയുന്നത്. എന്നിട്ട് പോലും ഈ ഇവിടെ അച്ഛന്മാർ സമ്മതിച്ചില്ലെന്ന്. ഈ മാണിയും കുഞ്ഞാക്കയും കുഞ്ഞുഞ്ഞും, ഞാൻ കുഞ്ഞുഞ്ഞിൻ്റെ കുഞ്ഞാക്കയുടെ പേര് പറയാനല്ലേ, പിന്നെ അത് വർഗീയമായി പോലെ. ഈ കുഞ്ഞുഞ്ഞും കുഞ്ഞാക്കയും സ്പോക്കൺ അറബിക്കിൻ്റെ ആളും ബഷീറെ കൂടി തിരിഞ്ഞു നോക്കിയില്ല. അനുഭവിക്ക്. എങ്കിൽ പോലും കുളം താഴ്മ കുറ്റി തന്നെ പറയുന്ന പറയുമ്പോഴേ ഞങ്ങൾ സംബന്ധിച്ച് കുളം താഴ്ത്തിട്ട് വരുന്നു. അപ്പം കുഞ്ഞ് തന്നെ പറഞ്ഞ് എല്ലാം ജയിച്ച് അധികാരത്തിൽ കയറും, അത് വരും. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കിൽ നിർത്താണ്. അതിനുമായിട്ട് ഒരു കാര്യം പറയാം. ഞങ്ങൾ ഇന്നൊരു യോഗം കൂടി എടപ്പള്ളിയിൽ ടോളിൽ, അതിൽ 10-30 രാഷ്ട്രീയ പാർട്ടികളുണ്ടായത്. അതിൽ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ വന്ന് 19 പേരുണ്ടായിരുന്നു. ആ യോഗത്തിൽ ഇന്ത്യൻ പൊളിറ്റിക്കൽ അലയൻസ് IPA എന്ന് പറഞ്ഞിട്ട് ഒരു 4ാമത് ദേശീയ ലെവലിൽ മുന്നണിക്ക് രൂപം കൊടുത്ത്, ആ മുന്നണി കേരള ഘടന രൂപീകരിച്ച് അതിൻ്റെ ചെയർമാനായിട്ട് എല്ലാവരും എന്നെ നിർബന്ധിച്ചപ്പോൾ എനിക്ക് 100 പണികൾ വേറെ ഉണ്ടെങ്കിലും വന്നവരാരും ഏൽക്കാത്ത പേരിൽ ചെയർമാനായിട്ട് ഞാനെടുത്ത്. ഇപ്പോൾ ബുധനാഴ്ച പത്രസമ്മേളനം, അത് കഴിഞ്ഞ് ഈ മാസം 27-ാം തീയതി ജില്ലാ കൺവെൻഷൻ, ഓഗസ്റ്റ് 14-ാം തീയതി വ്യാഴാഴ്ച സ്വാതന്ത്ര്യദിനത്തിൽ തലേന്ന് ടൗൺ ഹാളിൽ സംസ്ഥാന കൺവെൻഷൻ. അങ്ങനെ വിപുലമായ പരിപാടി പ്ലാൻ ചെയ്തിരിക്കുക. അത് പറഞ്ഞതിൻ്റെ കാരണം വെച്ചാൽ ഇന്നത്തെ 3 മുന്നണിയും അധികാരത്തിന് പുറകെ പോകുന്ന അല്ലാതെ യാതൊരു തത്വദീക്ഷയില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോലും തത്വദീക്ഷയില്ല, വെറും അധികാരത്തിന് പിറകിൽ പോകുന്ന ദുഷിച്ച നാറിയ പ്രസ്ഥാനം. എന്നാൽ നമുക്ക് പ്രവർത്തിക്കണ്ടേ, ജനങ്ങൾ എടുത്തോണ്ടേ. അതിന് മാർഗമാണ് 4ാമത് മുന്നണി. 4ാമത് മുന്നണി ഇവിടെ പിടിച്ചു നിൽക്കില്ല. പക്ഷേ വേറെ ഉണ്ട്. കേരളത്തിൽ അത് പറഞ്ഞു നിർത്താം, സോറിട്ടാ. കേരളത്തിൽ 60ഓളം സീറ്റിൽ ജയിക്കുന്നത് 500-ഉം 1000-ടുക്ക് വോട്ടുകൊണ്ടാണ്. അപ്പോൾ 500-ഉം 1000-ടുക്ക് വോട്ടും ജയിക്കുന്ന 60ഓളം മണ്ഡലങ്ങളുള്ള കേരളത്തിൽ ഞങ്ങളുടെ ഇന്ത്യൻ പൊളിറ്റിക്കൽ അലയൻസ് എന്ന് പറയുന്നത് രാഷ്ട്രീയ 4ാമത് മുന്നണി ഒരു 2000-3000 വോട്ട് പിടിക്കുകയാണെങ്കിൽ ഈ UDF ഒക്കെ തന്നെ വരുന്നു. വന്നിൽ എത്താറിയ, അതും പഠിക്കണ്ട. അപ്പോൾ ഞങ്ങൾ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയില്ല. എന്നിട്ട് ഞങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന ആൾക്ക് ചാൻസ് കിട്ടാതിരിക്കട്ടെ. അങ്ങനെ ഒരു പ്ലാൻ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടും നിങ്ങളോട് ഈ അത്രയും പറഞ്ഞ് ഞാൻ എൻ്റെ വാക്ക് നിർത്താൻ. നിങ്ങൾക്ക് ഒരായി നന്ദി. ജയ് ഹിന്ദ്.